മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത പ്രദേശമായ ചമ്പ്രയിലാണ് ഈ മാവ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പച്ചപുതച്ച നെൽവയലുകളും തോടുകളും പുഴയും ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകളും കൊണ്ട് പ്രകൃതി രമണീയമായ കാർഷിക ഗ്രാമമാണ് ചമ്പ്ര. പള്ളികളും അമ്പലങ്ങളും പള്ളിക്കൂടങ്ങളും നിറഞ്ഞ് മതസൗഹാർദ്ദത്തിന് കേളികെട്ട ഈ നാട്ടിലാണ് സൂഫിവര്യരായ മർഹൂം ചമ്പ്ര പോക്കർ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ നാടിൻ്റെ പേരിന് തന്നെ കൃഷിയുമായി ബന്ധമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടുത്തെ ഒരു പുരാതന കാർഷിക തറവാട്ടിൽ നെല്ല് സൂക്ഷിച്ചു വെച്ചിരുന്ന ചെമ്പിനാലുള്ള ഒരു അറ ഉണ്ടായിരുന്നു എന്നും അത് അക്കാലത്ത് ഏറെ പ്രശസ്തമായിരുന്നു എന്നും പറഞ്ഞു വരുന്നു. ആ ചമ്പ്ര കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും ആ തറവാട്ടിലേക്ക് ആളുകൾ വരുമായിരുന്നു അത്രേ. അങ്ങനെ ആ ചമ്പ്ര ലോപിച്ച് ചമ്പ്രയായി മാറി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തിരൂരിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിലെ പ്രധാന പാതയോരത്താണ് ഈ മാവ് നിലകൊള്ളുന്നത്. മർഹൂം ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ് ഈ മാവ് നട്ടുപിടിപ്പിച്ചത് എന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. തൊട്ടടുത്തു തന്നെ പ്രശസ്തമായ ചമ്പ്ര കാളപൂട്ട് കണ്ടവും നിലകൊള്ളുന്നു. ഈ കാളപൂട്ട് കണ്ടത്തിന് സ്ഥാനം നിർണയിച്ചു കൊടുത്തതും ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളാണെന്ന് ചമ്പ്ര നാട്ടിലെ പഴമക്കാർ ഒന്നടങ്കം പറയുന്നു. ഈ മാവും കാളപൂട്ട് കണ്ടവുമൊക്കെ മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. മമ്പുറം തങ്ങൾക്കും മകനായ മർഹൂം സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾക്കും മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുമായുള്ള ബന്ധം ഏറെ പ്രശസ്തവുമാണല്ലോ. മൂപ്പന്മാരുടെ കൽപ്പകഞ്ചേരിയിലെ തറവാട്ടിൽ മമ്പുറം തങ്ങൾ നിത്യസന്ദർശകനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ വന്നിരിക്കാറുള്ള സ്ഥലം ഇപ്പോഴും അവിടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചമ്പ്രയിലെ ഈ മാവ് നിലകൊള്ളുന്ന ഈ പ്രദേശം ഇപ്പോൾ ചമ്പ്ര മൂച്ചിത്തറ എന്ന പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്.